ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2 കത്തോലിക്ക ദേവാലയങ്ങൾ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ. എന്നാൽ ഇന്തോനേഷ്യയിലെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ ഡെൻസസ് 88 ശ്രമം പരാജയപ്പെടുത്തി. കിഴക്കൻ ജാവയിലെ മലങ്കിലെ 2 ദേവാലയങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. അറസ്റ്റിലായ പ്രതികൾ തീവ്രവാദ രാഷ്ട്രീയ ബന്ധമുള്ളവരാണെന്ന് ജനറൽ ആൻഡിക്കോ വിശദീകരിച്ചു. ദൗല ഇസ്ലാമിയ എന്ന ഇസ്ലാമിക സംഘടനയിലെ അംഗങ്ങളാണ് പ്രതികൾ. സെപ്റ്റംബർ 3 മുതൽ 6 വരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്തോനേഷ്യയിലെ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. 2020-ൽ തീരുമാനിച്ചതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. എന്നാൽ കോവിഡ്-19നെ തുടർന്ന് യാത്ര റദ്ദാക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമായ ഇന്തോനേഷ്യയിലേക്ക് 3ാമത്തെ മാർപ്പാപ്പയാണ് സന്ദർശനം നടത്തുന്നത്. 1970 ഡിസംബർ 3-ന് പോൾ 6ാമൻ പാപ്പയായിരുന്നു ആദ്യമായി ഇന്തോനേഷ്യ സന്ദർശിച്ചത്. തുടർന്ന് ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പ 1989 ഒക്ടോബർ 8 മുതൽ 12 വരെയും സന്ദർശനം നടത്തിയിരുന്നു.